തേവലക്കര സ്കൂളിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അനാസ്ഥയെ ന്യായീകരിക്കേണ്ടതില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സർക്കുലർ അയച്ചിരുന്നു, എന്നാൽ തുറന്നു നോക്കിയ പോലുമില്ല. ഇടതുമുന്നണിയോട് താല്പര്യമുള്ള മാനേജ്മെന്റ് ആണെങ്കിലും വീഴ്ചയുണ്ടായാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് താല്പര്യമുള്ള ഒരു ഭരണസമിതിയാണ് അവിടെ ഉള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഭരണസമിതിയിലുണ്ടെന്ന് ശരിയായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇതിനെല്ലാ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഫസ്റ്റ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിനാണ്. ആ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്, HM ആണ്, എയ്ഡഡ് മാനേജ്മെൻ്റ് ആണെങ്കിൽ മാനേജറാണ്. ഞങ്ങൾ ഗവൺമെൻറ് അയച്ചിട്ടുള്ള സർക്കുലർ വായിച്ച് നോക്കണമായിരുന്നു. ഓരോ ഇനവും ശരിയാണോ എന്ന് ടിക്ക് ചെയ്യണമായിരുന്നു. അല്ലാതെ സർക്കുലർ അയച്ചത് ചവിറ്റുകൂട്ട വാരി അറിയാൻ വേണ്ടിയില്ല. അങ്ങനെ ചവിറ്റുകൂട്ടയിൽ വാരി ഇട്ടവർക്കൊക്കെ തന്നെ ഇപ്പോൾ ആ ചവിറ്റുകൂട്ടയിൽ നിന്ന് പേപ്പർ തപ്പിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാദപൂജ ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല. സ്കൂൾ സിലബസിലുള്ള കാര്യമല്ല പാദപൂജ. കേരളത്തിൽ മതനിരപേക്ഷ സാഹചര്യമാണുള്ളതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു കൂട്ടരുടെ പാത കഴുകൽ, വേറൊരു കൂട്ടർ വേറെ ഏതെങ്കിലും ഒരു ചടങ്ങ്, അങ്ങനെ ഒരു സ്കൂളിൽ ഐക്യത്തോടു കൂടിയും നല്ല സ്നേഹബഹുമാനത്തോടു കൂടിയും പിന്നെ വരേണ്ട കുട്ടികളുടെ മുന്നിൽ ഒരു കൂട്ടർ വന്ന് പിന്നെ ഹിന്ദു ആചാരങ്ങൾ അങ്ങ് ശക്തമായി അടിച്ചേൽപ്പിക്കുക, വേറൊരു കൂട്ടർ വന്ന് ക്രിസ്ത്യൻ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുക, വേറൊരു കൂട്ടർ വന്ന് മുസ്ലിം ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷം ഉണ്ടാകുക, വൈരുദ്ധ്യം ഉണ്ടാവുക, നാം വിഭാവനം ചെയ്യുന്ന ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വത്തെ തകർക്കുക. ആ കാര്യം ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. പാലോട് രവി പറഞ്ഞത് 100% ശരിയെന്നും പാലോട് രവിക്ക് ഗ്രാസ് റൂട്ടിലെ ചലനങ്ങൾ അറിയാമെന്നും വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. പാലോട് രവി പറഞ്ഞത് 100% ശരിയാണ്. പാലോട് രവി ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്ന നേതാവാണ്. താഴെക്കിടയിലുള്ള ചലനങ്ങൾ എന്താണെന്ന് പാലോട് രവിക്ക് അറിയാം. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമൊക്കെ അത് വേറെ അജണ്ടയാണ്. അപ്പോൾ പാലോട് രവി പറഞ്ഞത് എന്തുകൊണ്ടും അതിൽ പറഞ്ഞ ഒരു വാക്ക് ഒരു അക്ഷരം പോലും വെട്ടിമാറ്റാനില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 100 സീറ്റിൻ്റെ കാര്യമെല്ലാം പറഞ്ഞത്. എങ്ങനെ 100 സീറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി ധൈര്യം വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. പറഞ്ഞ് തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമ്മുടെ പാലോട് രവിയുടെ പ്രസ്താവനയുടെ വാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ആ 100 എന്നുള്ളതിൽ ഒരു 0 വെട്ടേണ്ടി വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മന്ത്രി വി ശിവൻകുട്ടിയുമായി സംസാരിച്ച റിനു ശ്രീധർ തിരുവനന്തപുരം തത്സമയം ചേരുന്നു. റിനു, ശരിക്കും ഒരു എയ്ഡഡ് സ്കൂളിലെ മാനേജരെയൊക്കെ തന്നെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ കേരളത്തിലെ ആദ്യ സംഭവമാണ്. പണ്ട് ഇതുപോലെ ഒരു കാര്യം ചെയ്താണ് അന്ന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഓർമ്മയുണ്ടാകില്ല വിദ്യാഭ്യാസ ബില്ലും അതിനെ തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധൈര്യം കാണിച്ചിരിക്കുന്നു ഈ കാര്യത്തിൽ. മാത്രമല്ല ഇതൊരു സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ് എന്ന രീതിയിലുള്ള പരാമർശം അദ്ദേഹം നമ്മോട് നടത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN തേവലക്കരയിലെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ വലിയൊരു ഇടപെടലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി മുഖം നോക്കാതെ തന്നെ എടുക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള നടപടി തന്നെയാണ് ഈ മാനേജ്മെന്റിനെതിരെയും മാനേജർക്കെതിരെയും എടുത്തത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സർക്കുലർ നൽകിയിരുന്നു. പക്ഷേ ആ സർക്കുലർ അവിടെ തന്നെ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത് പൊടിതട്ടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും, അതായത് CPM-ന്റെ അനുകൂല സംവിധാനമാണ് ഈ മാനേജ്മെന്റ്, എന്നിട്ട് പോലും അതിശക്തമായിട്ടുള്ള നടപടികൾ എടുത്തു എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അത് ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച വീഴ്ച ഉണ്ടാകുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി നമ്മളോട് പറഞ്ഞത്. എല്ലാ വകുപ്പുകൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വിദ്യാഭ്യാസ
വകുപ്പിന് തന്നെയാണ് എന്നുള്ള ഒരു വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊന്ന്, പാദപൂജ ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അതായത് നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ എന്ന് പറയുന്നത് മതനിരപേക്ഷ സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു മതത്തിന്റെ ആചാരവും അവിടെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പാദപൂജ ആര് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചാലും അതിനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികളിലെ ഐക്യം തകർക്കുന്ന ഒരു രീതിയായി മാറും, അതുകൊണ്ട് തന്നെ ഇത്തരം ആചാരങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, പാലോട് രവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അതായത് പാലോട് രവിക്കെതിരെ നടപടിയെടുത്തതിനു ശേഷമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് 100 സീറ്റിൽ UDF വിജയിക്കുമെന്നും കേരളം UDF ഭരിക്കുമെന്നുള്ളൊരു പരാമർശവുമായി രംഗത്ത് എത്തിയത്. പക്ഷേ ഇത് പ്രവർത്തകരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വി ശിവൻകുട്ടി മന്ത്രി പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇടപെടുന്ന ഒരാളാണ് പാലോട് രവി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പാലോട് രവിക്ക് ഗ്രാസ് റൂട്ടിലെ ചലനങ്ങൾ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോഴുണ്ടായ ക്ഷീണം മറികടക്കാനാണ് വി ഡി സതീശൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തകരെ കബളിപ്പിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്നത് എന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. SKN.